ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോഡ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ OTG ആയിട്ട് നമ്മളുടെ ESP കണക്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മളെ ട്രാൻസ്മിറ്ററിനകത്തൊരു കോഡ് ഉണ്ട്, അതുകൊണ്ടാണ് അത് ഫസ്റ്റ് തന്നെ ബൂട്ടായി വന്നത്. അപ്പോൾ ഈ സൈഡത്തെ ക്ലിപ്പ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മളുടെ ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് നോക്കിയാൽ മതി, കറക്റ്റായിട്ട് മനസ്സിലാവാൻ. അതിനകത്തൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കണക്റ്റ് ആയിട്ടുണ്ടെന്ന്. നമ്മൾ ആർഡിനോ ഡ്രോയിഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ബൂട്ട് ടൈപ്പൊക്കെ സെലക്ട് ചെയ്യാണ്ട് അപ്പോൾ ഇതിൻ്റെ മാക് അഡ്രസ്സ് കണ്ടുപിടിക്കേണ്ട കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വേറെ മെസ്സേജോ അയച്ചാലും മതി. ഇത് കുറച്ച് ടൈം എടുക്കും. ഫസ്റ്റത്തേത് നമ്മൾ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. കാരണം നമ്മൾ ഏത് ബോർഡാണ് സെലക്ട് ചെയ്ത് വെച്ചാൽ ആ ബോർഡിന് വേണ്ട എല്ലാ കമാൻഡ്സും ഇത് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് നല്ല ടൈം എടുക്കും ഇത്. $2,000 years later. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറേ ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ അത് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ആരോ അമർത്തിയിട്ട് കൊടുക്കുക. ഞാൻ ഫാസ്റ്റ് ആക്കിയതുകൊണ്ടാണ് പെട്ടെന്ന് പോയത് ആ ഒരു സ്ക്രീൻ. അപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റും 0% കാണാനുണ്ട്, പിന്നെ 7%, 14%, അങ്ങനെ വരും. പിന്നെ ലാസ്റ്റ് 100% ആവും. അപ്പോൾ നമ്മളുടേത് ബൂട്ടായി വരും. നമ്മൾ ഈ ട്രാൻസ്മീറ്ററിനകത്താണ് നമ്മളുടെ മാക് അഡ്രസ്സ് കൊടുക്കുക. നമ്മളുടെ ഈ റിസീവറിൻ്റെ മാക് അഡ്രസ്സ് ട്രാൻസ്മിറ്ററിലാണ് കൊടുക്കേണ്ടത്. റിസീവറിൽ മാക് അഡ്രസ്സ് കൊടുക്കണമെന്നില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. കാരണം ട്രാൻസ്മീറ്ററിൽ നിന്നാണല്ലോ നമ്മൾ ഡാറ്റ പോകുന്നത്. ഏത് ബോഡിക്കാണ് പോകുന്നത് എന്നതിനുള്ള അനുസരിച്ചാണ് അത് നിൽക്കുക. മാക് അഡ്രസ്സ് വേണ്ടാത്ത കോഡും ഉണ്ട്, വേണ്ട കോഡും ഉണ്ട്. ചെറിയ വ്യത്യാസമുള്ളൂ. മാക് അഡ്രസ്സിൻ്റെ അവിടെ 0xFF എന്ന് അടിച്ചെടുത്താൽ മതി. എല്ലായിടത്തും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ഇത് ബൂട്ടായി വന്നിട്ടുണ്ട്. ഞാനൊരു ഗിയർ സിസ്റ്റമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിമ്മ്, ബ്രൈറ്റ്, ഫ്ലാഷിങ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഗിയറിൻ്റെ ബട്ടനാണത്. ഗിയർ 2, ഗിയർ 3 എന്നുണ്ട്. നമ്മൾ സ്പീഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. നമ്മളുടെ കാറൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ ബാറ്ററി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഓണാക്കിയപ്പോൾ ഓണായില്ല. അതെന്താ വെച്ചാൽ ബാറ്ററി ചെറുതായിട്ടൊന്ന് ഇളകി കിടക്കുകയാണ്. അതിൻ്റെ ആ ഒരു കണക്ടർ ഹോൾഡർ ഉണ്ടല്ലോ, ഹോൾഡറിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് പോയിൻറ്റ്സ് തമ്മിൽ ടച്ച് ആവാത്തതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നത്. കുറേ അടിച്ചൊക്കെ നോക്കുന്നുണ്ട്, റെഡി ആവണില്ല. ഞാനൊരു റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഓണാക്കി. ഇപ്പോൾ ഓണാക്കിയാൽ നമുക്കിവിടെ ലൈറ്റ് കത്തും. ഒരു സൈഡത്തെ ലൈറ്റ് കണക്ഷൻ വിട്ടതാണ്, അത് ഓടിച്ചുകൊണ്ട് നിന്നപ്പോൾ വിട്ടതാണ്. അത് റെഡി ആക്കണം. ഫ്ലാഷിങ്ങും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡിമ്മ്, ബ്രൈറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യണത്. പിന്നെ ഗിയർ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. ഫസ്റ്റത്തെ ഗിയറിൽ ടോർക്ക് വളരെ വളരെ കുറവാകും, സെക്കൻഡിൽ കുറച്ചുകൂടി ഉണ്ടാവും. നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാണ്. സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടാൽ കുറച്ചുകൂടി സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടില്ലേ, നമ്മളത് കുട്ടികളെ കയ്യിലൊക്കെ കൊടുക്കുമ്പോഴേ അത് ബാറ്ററി ലോ ആയിട്ടാണ് വണ്ടി
അങ്ങനെ ആവണത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കണം. പറ്റ ലോയാണ്. ഞാൻ ചാർജ് ചെയ്യാൻ മറന്നിരുന്നു.